നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് ബാലൻസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്, ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരു പേരൻറ്റ് അവരുടേതായ രീതിയിൽ മാത്രം കുട്ടികളെ വളർത്തുക, അവരെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരിക, എന്നിട്ട് അതിൽ അവർ പ്രൗഡാകുക എന്നുള്ള രീതിയിൽ വരുന്ന പേരൻസ് വളർത്തുന്ന ദ ബോൺസായി കിഡ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദ ബോൺസായി ചൈൽഡ് ഓഫ് എ നാർസിസിസ്റ്റിക് പേരൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കുട്ടി അവർക്കുണ്ടായി കഴിയുമ്പോൾ തന്നെ ആദ്യമേ തന്നെ അവരൊരു ഷേപ്പ് അവരുടെ തലയ്ക്കകത്ത് അവർ വരുത്തും. ഇങ്ങനെ ആയിരിക്കണം എൻ്റെ കുട്ടി, ഇങ്ങനെയേ ആകാവൂ, ഇതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആകാൻ പാടില്ല. അപ്പോൾ ഒരു യു നോ ഹൗ എ ബോൺസായി ട്രീ ഈസ് ബീൻ മെയ്ഡ് അല്ലേ, അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അത്രയും വലിയ ഉയരങ്ങളിലെത്താൻ പറ്റുന്ന, അത്രയും വലുതാകാൻ പറ്റുന്ന ഒരു ട്രീ, ആ ട്രീയെ എടുത്തിട്ട് ആദ്യമേ തന്നെ അതിനെ ഒരു പോട്ടിനകത്തേക്ക് വെക്കുന്നു. അപ്പം ആ പോട്ടിൽ വെച്ചിട്ട് ആ പോട്ടിനൊരു കൺഫൈൻമെൻ്റ് ഉണ്ട്. അതായത് ഇതിൽ കൂടുതൽ ആ പോട്ട് കൊടുക്കത്തില്ല, ആ പോട്ടിനകത്ത് നിന്ന് വേണം ഈ ചെടി വളരാൻ, ഇതിൻ്റെ അപ്പുറത്തേക്കോ ഇതിൻ്റെ വലിയ പോട്ടോ തരില്ല. ഓക്കെ, ദിസ് ഇസ് ഹൗ ദ ചൈൽഡ് ഈസ് ബീൻ ഗിവൻ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എവറിത്തിങ്. യു സപ്പോസ് ടു ബി വിതിൻ ദിസ് കൺഫൈൻമെൻറ്റ്. ഓക്കെ, വീട്, ചർച്ച്, ടെമ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് പേര് ഈ കൺഫൈൻഡ് ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ മാത്രമേ വളരാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നീ പോകാൻ പറ്റത്തില്ല. അങ്ങനെ കൺഫൈൻഡ് ആക്കി അതിനകത്ത് ഇങ്ങനെ അത് മാത്രം. ചില കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സംഗതി അറിയാൻ മേലാതെ ആ പേരൻസ് കൊടുക്കുന്ന ആ ഒരൊറ്റ കൺഫൈൻഡ് ആയിട്ടുള്ള ഏരിയയിൽ പേരൻസ് കൊടുക്കുന്നതിനകത്ത് നമ്മൾ വളരുക എന്ന് പറയുന്ന, പേരൻസ് അവർക്ക് പല പല ഓപ്പർച്യൂണിറ്റീസും ലോകത്തെ കാണിച്ചു കൊടുക്കുക, ലോകം മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് വരുന്നത് എന്നാന്ന് വെച്ചാൽ ദേ കൺഫൈൻ, സ്കൂള്, പഠിത്തം, ഈ ഒരു കൺഫൈൻഡ് ഏരിയയിൽ ഇവരെ ഇങ്ങനെ ചുരുക്കും. ഇവർക്ക് പുറത്തേക്ക് പിന്നെ പോകാനായിട്ട് പറ്റില്ല. അവർ പറയുന്ന ആ കൺഫൈൻഡ് ഏരിയ, അതാണ് ആ പോട്ട് കൺഫൈൻമെന്റ്. അവിടെ ഓൾറെഡി അവർ നിശ്ചയിക്കും നിന്റെ ഫ്രീഡം, നിനക്ക് നിന്റെ പ്ലേസ് ഫ്രീഡം, ടൈം ഫ്രീഡം, പീപ്പിൾ ഫ്രീഡം, മണി ഫ്രീഡം, പെർഫോമൻസ് ഫ്രീഡം, എല്ലാത്തിനകത്തുനിന്നും അവർ ആ പോട്ടിനെ ഇങ്ങനെ കറക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട്, ഓക്കെ, ദിസ് ഇസ് ദ പ്ലേസ് where you are growing. ഇതിൻ്റെ അപ്പുറത്തേക്ക് നെവർ തിങ്ക് അബൌട്ട് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ റൂട്ട്. നമ്മളിങ്ങനെ ആഴത്തിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ, നമ്മളിങ്ങനെ വളർന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പല സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകാനുള്ള എല്ലാ റൂട്ടുകളും എല്ലാ വഴികളും ഞാൻ കട്ട് ചെയ്യും, മൊത്തം കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ എന്നാൽ ഉള്ളതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്ക് അത്രയും നീ മുകളിലേക്ക് വളർന്നു പോകണ്ട. അപ്പോൾ നമ്മുടെ ക്രൗണും മൊത്തം കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇതൊക്കെയാണ് നമുക്കറിയാമല്ലോ, ഒരു പ്രൂണിങ് നടക്കുന്നുണ്ട് ബോൺസായിൽ. അതിൻ്റെ റൂട്ട് കട്ട് ചെയ്യുക, ക്രൗൺ കട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസ്, എല്ലാ നാർസിസിസ്റ്റിക് പേരൻസിൻ്റെ ഒന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഈ ബോൺസായി ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന പേരൻസ് അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വേരുകൾ, ഈ കുട്ടി പോകാനുള്ള അതിൻ്റെ എങ്ങോട്ടൊക്കെ അവൻ്റെ ചിന്തകളും കാര്യങ്ങളും പോകാൻ അതെല്ലാം കട്ട് ചെയ്യുക. അവൻ്റെ എക്സ്റ്റേണലി ഉള്ള അവൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളിലും അവൻ അച്ചീവ് ചെയ്യണതൊക്കെ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്യും. ഇത് മതി, ഇതിൻ്റെ അപ്പുറത്തേക്ക് പാടില്ല. ചില കുട്ടികളൊക്കെ പറയും നല്ല പെർഫോമേഴ്സ്, ഡാൻസ് അറിയാം, പാട്ടറിയാം, അതുപോലെ തന്നെ പല ക്വിസ് കോമ്പറ്റീഷൻസ്, എല്ലാം ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാം, ബാഡ്മിൻ്റൺ, സ്പോർട്സിലൊക്കെ. സ്കൂളിൽ ഇത്രയൊക്കെ ചെയ്തില്ലേ, അത് മതി, ഇതിൻ്റെ അപ്പുറത്തേക്ക് യു ആർ നോട്ട് ഗോയിങ് ടു പെർഫോം. അങ്ങനെയുള്ള രീതികൾ, ഇതൊക്കെയായിട്ട് ഇവരെ വളരെയേറെ മുരടിപ്പിച്ച് വലിയ വർഷങ്ങളായി തീരാവുന്നവരെല്ലാം ഇങ്ങനെ ചുരുങ്ങി പിന്നെ അങ്ങോട്ട് വളരാൻ പേടിയാണ്. കാരണം റൂട്ട് ഇല്ല, ക്രൗൺ എല്ലാം അവർ ഇത് ചെയ്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കുറേ നാളുകൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ആക്കിയെടുക്കുന്നത്. പെട്ടെന്നൊന്നുമല്ല. ചെടി വളരാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന പോലെ ഇവരും ഇങ്ങനെ ഒന്ന് വളരാനും അവരുടെ ടാലന്റിലേക്ക് പോകാനൊക്കെ കാണിക്കും. പക്ഷെ സമ്മതിച്ചു കൊടുക്കൂല. കൺട്രോൾ ചെയ്ത്, ഫ്രീഡം കൺട്രോൾ ചെയ്ത്, ആ കൺഫൈൻഡ് പോയിട്ടുള്ള ആ ഏരിയയിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തി പിന്നെ അവർക്കൊരു ഇത് കൊടുക്കും. എന്താ പറയുക, ഈ ഷേപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ബോൺസായി മരങ്ങൾ ഇതാകുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ വയറിട്ടിട്ട് അതിനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കി വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ ഇവർ ഡിസിപ്ലിൻ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പണിഷ്മെൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. പണിഷ്മെൻറ്റ്സും
പിന്നെ അതുപോലെ തന്നെ വേരിയസ് രീതിയിലുള്ള അഡ്വൈസസും, അതുപോലെ ഇവരുടെ ഇതിന് ചേരുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ ഇങ്ങനെ നമ്മുടെ ലേണിംഗ് പാത്ത് വേസിനെ ഇങ്ങനെ വയർ ചെയ്ത് ഇവരാഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് ആക്കിയെടുക്കും. ഈ ഒരു എന്താ പറയുക, എൻ്റെ കുട്ടി ഇങ്ങനെ ഈ ഷേപ്പിലേക്ക് ഇവരിങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ഇവർ ഈ വയറിങ്ങും നമ്മുടെ ലേണിംഗ് പാത്ത് വേസ്, നമ്മളെങ്ങനെ ചിന്തിക്കണം, നമ്മളെങ്ങനെ പ്രവർത്തിക്കണം, ഇതിനെല്ലാം അവർ നല്ല രീതിയിൽ വയർ ചെയ്ത് ഇങ്ങനെ എടുക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഏകദേശം അവർക്കൊരു ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ വളരാവൂ, ഇങ്ങനെ വളരാവൂ എന്നും പറഞ്ഞ് എത്രയോ സമയങ്ങളിലേക്ക് ഇതാണ് കറക്റ്റ്, ഇതാണ് ശരി, എൻ്റെ മകളെ കണ്ടു ഇങ്ങനെയാണ് ഒരു അഭിമാനത്തോടു കൂടി അതിനെ തന്നെ ഇങ്ങനെ കുറേ നാൾ കൊണ്ടുവരുമ്പം നമ്മുടെ തലയ്ക്കകത്ത് ഇതാണ് ശരി, ഇങ്ങനെയാണ് വേണ്ടത്, ഈ രീതിയിലാണ് വളരേണ്ടത് എന്നുള്ള രീതി വന്നിട്ട് യെസ് ഐ എം എ ഗുഡ് പേഴ്സൺ എന്നുള്ള ഫീലൊക്കെ കുട്ടികൾക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു ബോൺസായി കുട്ടിയായിട്ട് ഞാൻ അഡൾട്ടായാലും, അതായത് വലിയ വർഷങ്ങളുടെ വൃക്ഷമാകാനുള്ള ഏജുള്ള ബോൺസായിസ് ആണ് നമ്മൾ കാണുന്നത്. അതായത് 10 വർഷം 20 വർഷം 25 വർഷം കൊണ്ട് വളർന്നു വരാൻ സാധ്യതയുള്ള മരങ്ങളെ ഇങ്ങനെ ആക്കി വെക്കുന്നത് പോലെ ഇവർ അഡൾട്ടായി കഴിഞ്ഞാൽ, അതായത് 25 വയസ്സ് 30 വയസ്സ് 40 വയസ്സൊക്കെ ആകുമ്പോഴും ഈ ബോൺസായി പോലെ ഇവരിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ഇവർക്ക് വളരെ നല്ല രീതിയിലൊന്നും ഒരു കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത് വളർന്ന് അവരുടെ ഫലങ്ങളെ പുറപ്പെടുവിച്ച് അങ്ങനെയൊന്നും കൊണ്ടുവരാനായിട്ട് വരും. ഫലങ്ങളൊക്കെ ഉണ്ടാകും, ബോൺസായി ട്രീയിൽ ഉണ്ടാകുന്നില്ല, അവിടെ ഇവിടെയൊക്കെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകും. അതല്ലാതെ ഇവർക്ക് നല്ല രീതിയിൽ വളർന്നു വരാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ചുറ്റിനും ഞാൻ കാണാറുണ്ട് ആളുകളെ. എൻ്റെ സെഷനിൽ വരുമ്പോൾ ഞാൻ ആൾക്കാരെ കാണാറുണ്ട്, വളരെയേറെ കേപ്പബിലിറ്റീസ് ഉള്ള, ടാലൻസ് ഉള്ള, എബിലിറ്റീസ് ഉള്ള ഒത്തിരി പേരെ കാണാറുണ്ട്. പക്ഷെ ദേ ഓൾ ബിക്കം ബോൺസായിസ് ഓഫ് ദെയർ നാർസിസിസ്റ്റിക് പേരന്റ്. ഒരു പേരന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് വേണ്ട ഗ്രോത്ത് കൊടുക്കുക, ആ കുട്ടിക്ക് വേണ്ട ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, ആ കുട്ടിയെ മെച്യൂർ ആക്കിക്കൊണ്ടിരിക്കുക. അതായത് ആദ്യമേ ഗ്രോ ചെയ്യുക, നമ്മളുടെ ഉദരത്തിൽ മുതലേ, അല്ലെങ്കിൽ നമ്മൾ കുട്ടി ജനിച്ചു പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് അത് ഗ്രോ ചെയ്തു വരുന്നു. അതിൻ്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന്, നമ്മുടെ ബോഡി എല്ലാം ഡെവലപ്പ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്തു വരുന്നു. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, കറക്റ്റായിട്ടുള്ള രീതിയിൽ വേണം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു, മെച്യൂർ ആക്കുന്നു. നിൻ്റെ ചിന്തകൾ, നിൻ്റെ പ്രവർത്തികൾ, നീ പ്രവർത്തിക്കുന്ന മേഖലകൾ അങ്ങനെയൊക്കെ ആക്കി നല്ല വളർന്ന് പന്തലിക്കാനായിട്ട്, അവരുടേതായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവരുടെ മേഖലയിലേക്ക് കയറ്റി വിടുകയും അത് കണ്ട് ഓക്കെ വാവ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് ഞാനാണ് അതിനെ ആ രീതിക്ക് കൊണ്ടുവന്നതെന്ന് കണ്ട് നമുക്ക് ആഹ്ലാദിക്കാനൊക്കെ പറ്റും. അതല്ലാതെ ഒരു കുട്ടി ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ബോൺസായി ട്രീയാണ് എനിക്കിഷ്ടം, എനിക്ക് അതിൻ്റെതായ ഫുൾ ഗ്രോത്തിൽ പോകുന്ന ട്രീയെ ഇഷ്ടമല്ല, എനിക്ക് ബോൺസായി ട്രീകളെയാണ് ഇഷ്ടം എന്നാണ് ഇവർ പറയുക. എൻ്റെ രീതിക്ക് വയ്ക്കുന്ന മാത്രം വളരുന്നത്, അല്ലാതെ അവരുടെ രീതിയിൽ വളർന്ന് ഏറ്റവും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുട്ടിയെ കണ്ടിട്ട് ആഹ്ലാദിക്കുക എന്നുള്ളതല്ല ഈ പേരൻസിന്. ഞാൻ ക്രിയേറ്റ് ചെയ്ത രീതിയിൽ, ആ രീതിയിൽ ഒതുങ്ങി അതിനകത്ത് നിന്ന് വളർന്നു വന്ന ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിലാണ് അവരതിനെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ അഡൾട്ട്ഹുഡിലേക്ക് പോയാൽ ഇവർ വളരെയേറെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മറ്റുമായിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലായാലും അവരുടെ പെർഫോമൻസിലായാലും ഒക്കെ. കാരണം ഇവർക്കറിയാം ഇവർക്ക് വളരാൻ പറ്റുമെന്ന്. പക്ഷെ ഇവർക്ക് ആ ഒരു ഇയേഴ്സ് ഓഫ് കൺഫൈൻഡ് ആയിട്ടുള്ള ഈ പ്രൂണിങ് നടന്ന് ഇവരെ ഈ പേരൻസ് ഒരു കാരണവശാൽ ഇവരുടെ കയ്യിൽ നിന്ന് വിടത്തില്ല അണ്ടിൽ ആ ഷേപ്പ് വരാത്തിടത്തോളം കാലം. ഷേപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമില്ല ഇവിടെ. ഇങ്ങനെയാണ് ഓരോ ബിലീഫ്സും നമ്മുടെ തലയ്ക്കകത്തേക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ സ്വതന്ത്രമായി വിട്ടാൽ പോലും ഇവർക്ക് അതിൽ കൂടുതലായിട്ട് വളരാനായിട്ട് പറ്റില്ല. ഈ കൺഫൈൻഡ് ആയിട്ടുള്ള സംഗതി ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യും ഇവരെ ചുറ്റിനും. ഇത് എനിക്ക് പറ്റൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറ്റില്ല. എത്രയോ പേര് പറയും എനിക്ക് സാധിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്കതൊന്നും പറ്റുന്ന കാര്യമല്ല. ഇതെല്ലാം ഈ ബോൺസായി ടൈപ്പിലുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അഡൾട്ടായി കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, പല രീതിയിൽ എനിക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ പറ്റും. ശരിയാണ്, ഈ കൺഫൈൻഡ് ആയിട്ടുള്ള ആ ഫ്രീഡത്തെ കൺഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഒതുക്കി നിർത്തുന്ന, അതിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയി ലോകമൊക്കെ ഒന്ന് പതുക്കിയൊന്ന് കണ്ട് നോക്കിയൊക്കെ വരാനായിട്ട് ഈ രീതിയിൽ വരുന്ന കുട്ടികളാണെങ്കിലും ശ്രമിക്കണം. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പുകൾ സീക്ക് ചെയ്ത് നിങ്ങളുടെ മനോഹരമായ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നോക്കണം. പേരൻസ് തീർച്ചയായിട്ടും അവരുടെ ഓരോ കുട്ടിയെയും ചിറകുകൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് ഇങ്ങനെ പറക്കരുത്, ഇത്രേ പറക്കാം, ഇത് കൂടുതൽ പറക്കാൻ പാടില്ല, അങ്ങനെ നിർത്താൻ പാടില്ല, വളരുന്ന ചെടികളെ വെട്ടി
ഒതുക്കി നിർത്താം. യു ക്യാൻ പ്രൂൺ ദം, ലൈക്ക് വളർന്ന് എല്ലാ സ്വഭാവങ്ങളും അല്ലാതെ ആകാതെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഷേപ്പ് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും അതിനെ ബോൺസായി ആയി മാറ്റരുത്. അതിൻ്റെ ഒറിജിനൽ ഗ്രോത്തിലേക്ക് അതിന് വളരാൻ പറ്റണം. അതിൽ നിന്ന് പ്രൊഡക്റ്റീവ് ആകാനും പറ്റണം ഈ കുട്ടികൾക്ക്. ആ രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പം ഗ്രോ, ഡെവലപ്പ്, മെച്യൂർ എന്ന് പറയുന്നത് ഒരു പേരൻ്റ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യമാണ്. ആ കുട്ടിയും അതുപോലെ തന്നെ വളരാവും. ഗ്രോ, ഡെവലപ്പ്, മെച്യൂർ. ഇന്നും പല ആളുകളും അവരിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു ബോൺസായി ചൈൽഡിനെ ചിലപ്പം ഒരു അവരുടെ ഉള്ളിൽ അവർക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് അത് റെസ്പോൺസിബിളായിട്ട് മാറ്റിക്കൊണ്ട് വരേണ്ടത്. അതിനകത്ത് നമുക്കിനി പേരൻസിനെ ഒന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് യു നീഡ് ടു ലുക്ക് വിതിൻ യുവർ സെൽഫ് ആൻഡ് ചേഞ്ച്. ആ ചേഞ്ചിലേക്ക്, ആ പ്രോസസ്സിലേക്ക് നിങ്ങൾ കയറുക. എന്നിട്ട് നിങ്ങളെ മാക്സിമം ഈ ബോൺസായി ആയ കുട്ടികൾക്ക് ഒരു ലെവലിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മാക്സിമത്തിലേക്ക് വളർന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും കാഴ്ചവെക്കാനായിട്ട് സാധിക്കണം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ജീവിതം എപ്പോഴും പീസ്ഫുള്ളും ഹാപ്പിയുമായിരിക്കണം. അതുപോലെ തന്നെ പ്രോഗ്രസീവായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. അതിന് ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ.